കാൽപന്ത് കളിയുടെ മാസ്മരിക ലോകത്തിലാണ് നമ്മളെല്ലാവരും. ഫുട്ബോൾ കരുത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കീഴടക്കലിൻ്റെയൊക്കെ ലോകമാണ്. പക്ഷേ കളിക്കളത്തിൽ നിറഞ്ഞ് കളിച്ച് പോരാടി തോൽപ്പിച്ച് വിജയം നേടുന്ന കളിക്കാർ കളിക്കളം വിട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ കാരുണ്യത്തിൻ്റെയും നൽകലിൻ്റെയും വിജയിപ്പിക്കലിൻ്റെയും പ്രതീകമായി തീരുന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. നിങ്ങളുടെ ഹീറോ കളിക്കളത്തിലെ ഹീറോയാണ്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അതിനെ വെല്ലുന്ന ഹീറോയിസം ചില കളിക്കാരെങ്കിലും കാണിക്കുന്നുണ്ട്. സത്യത്തിൽ അവരുടെ ഓരോ ചലനങ്ങളെയും ഒരു പരിധിവരെ അന്ധമായി വരെ അനുകരിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ നന്മകളെ കൂടി അനുകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒന്ന് അനുകരിക്കുന്നതിനെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ആദ്യം തന്നെ ഇതിഹാസമായ ലയണൽ മെസ്സി, അദ്ദേഹത്തിന് 39ാം ജന്മദിനാഘോഷം. സഹകളിക്കാർ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കുറിപ്പ് നൽകി: ഞങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ച അങ്ങേക്ക്, സ്വപ്നങ്ങളൊക്കെ സാധ്യമാണെന്ന് പഠിപ്പിച്ച അങ്ങേക്ക്, സ്വപ്നങ്ങളൊക്കെ സാധ്യമാക്കി തീർത്ത അങ്ങേക്ക്. പക്ഷേ സ്വപ്നങ്ങളൊക്കെ സാധ്യമാക്കിയെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും വലിയ സ്വപ്നം, സന്തോഷം അങ്ങയോടൊപ്പം കളിക്കുവാൻ സാധിച്ചതാണ്. അവരങ്ങനെയൊക്കെ പറയുകയുള്ളൂ. കാരണം അത്രയ്ക്ക് പക്വതയോടെ കൂടി സഹാനുഭാവത്തോടു കൂടിയാണ് അദ്ദേഹം അവരെ കൊണ്ടുനടക്കുന്നതെന്ന് അവർ തന്നെ പല സമയങ്ങളിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ സർപ്രൈസായി ഗിഫ്റ്റുകളൊക്കെ നൽകുന്ന ഒരു രീതി ഇദ്ദേഹത്തിനുണ്ട്. 24 കാരറ്റ് ഗോൾഡ് ഐഫോണൊക്കെ ഓരോ കളിക്കാരനും സമ്മാനമായി നൽകിയിട്ടുള്ള ആളാണ് ലയണൽ മെസ്സി. അത് കളിക്കാരുടെ ഇടയിലുള്ള കാര്യം. അദ്ദേഹം യുനിസെഫിൻ്റെ ഗുഡ് വിൽ അംബാസഡറാണ്. അപ്പോൾ അദ്ദേഹം ലോകം മുഴുവൻ സത്യത്തിൽ ഗുഡ് വിൽ അംബാസഡറായി പ്രവർത്തിക്കുന്നുണ്ട്. നന്മ വരുത്താൻ വേണ്ടിയും പ്രകാശം വരുത്താൻ വേണ്ടിയും ഈ മനുഷ്യൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ലിയോ മെസ്സി ഫൗണ്ടേഷൻ ചെയ്യുന്ന സേവനങ്ങൾ നിസ്സാരമൊന്നുമല്ല. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ ഫൗണ്ടേഷൻ നിർവഹിക്കുന്നുണ്ട്. ഇങ്ങനെ നിരാശ്രയരായ കുട്ടികൾക്ക് അഭയം നൽകി, പഠിക്കാൻ കഴിവുണ്ടായിട്ട് പഠിക്കാൻ പറ്റാത്തവർക്ക് വിദ്യ അഭ്യസിപ്പിക്കുവാനുള്ള സൗകര്യങ്ങൾ നൽകി, നല്ല ഉയർന്ന ജീവിത നിലവാരം പുലർത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷനും. പീഡിയാട്രിക് ക്യാൻസർ സെൻറ്റർ, ഹോസ്പിറ്റൽ, റിസർച്ച് സെൻറ്റർ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ മെഡിക്കൽ രംഗത്ത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇതിന് കാരണം എന്താണ്? അദ്ദേഹത്തിന് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസിയാണ് ചെറുപ്പകാലത്ത്. അന്ന് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ബില്ല് കുടുംബത്തിന് താങ്ങാവുന്നൊരു ബില്ലൊന്നായിരുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ പോയ ഭാവം പിടിച്ച അരോഗഗാത്രനായ കുഞ്ഞായിരുന്നു ലയണൽ മെസ്സി. എത്ര പേർക്ക് അക്കാര്യം അറിയാം? അന്ന് അയാൾ കുടിച്ച കയ്പ് രസം ഇപ്പോഴും അയാളെ വല്ലാതെ നൊമ്പരപ്പെടുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇതുപോലെ അസുഖം ബാധിച്ചവരെയും അതുപോലുള്ള മറ്റേതെങ്കിലും അസുഖം ബാധിച്ചവരെയും അയാൾ കൈയഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ നല്ല അവസ്ഥയിലേക്ക് ഉയർത്താൻ വേണ്ടി ഈ മനുഷ്യൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഇയാളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചില നേരങ്ങളിൽ അമ്പരപ്പ് ഉളവാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മനുഷ്യൻ മാന്യതയുടെ ഒരു പ്രതീകമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നതും അത് സത്യവുമാണ്. ചൈൽഡ്ഹുഡ് സ്വീറ്റ് ഹാർട്ടായ ഭാര്യ, ഇയാൾ എത്ര കരുതലോടെയാണ് കൊണ്ടു നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇയാൾ സ്ത്രീ മോഡൽസിൻ്റെയും മറ്റും അല്ലെങ്കിൽ സ്ത്രീകളായ താരങ്ങളുടെയും മറ്റും അടുത്ത് നിന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത അകലം പാലിക്കും. ആരെയും തൊട്ട് തലോടി നിൽക്കുന്ന രീതിയൊന്നും മെസ്സിക്കില്ല. എപ്പോഴൊരു അകലം പാലിക്കുന്നു. ഇനി സൗന്ദര്യ ലോകത്തിൻ്റെ അഴകാഴങ്ങളുടെ ലോകത്തിൻ്റെ ആളുകളൊക്കെ ഇയാളെ വിളിക്കുമ്പോൾ, കമൻറ്റുകൾ അയക്കുമ്പോൾ അവർക്ക്
ഡയറക്റ്റായിട്ട് മറുപടി കൊടുക്കാതിരിക്കുക ഒരു തത്വം അയാൾ പാലിക്കുന്നുണ്ട്. ഇനി ഇയാളുടെ ഫോട്ടോയ്ക്ക് വേണ്ടി ആളുകൾ പാഞ്ഞു വരുമ്പോൾ ഭാര്യയെ കൂടി കൂട്ടി നിർത്തി കുടുംബ ഫോട്ടോയാക്കി അത് മാറ്റാൻ ഇയാൾ എപ്പോഴും ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ അയാളുടെ ജീവിതത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും അയാൾ കാത്തു പാലിക്കുന്ന കുറേ സതുദ്ദേശപരമായ ചിന്താധാരകളുടെയൊക്കെ ഒരു പ്രകടനമാണ്. അതൊക്കെ കണ്ടുപിടിക്കണം. ഇയാളുടെ കളിക്കാനുള്ള വൈഭവം മാത്രമല്ലല്ലോ, അതിനപ്പുറത്തേക്കുള്ള കാരുണ്യത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് കൂടി പഠിച്ചെടുക്കുന്നതും അതിൽ നിന്ന് ചിലതെല്ലാം അനുകരിക്കുന്നതും വളരെ നന്നായിരിക്കും. നമ്മുടെ നാട്ടിൽ താരാരാധന കൂടിക്കൂടി ചില ആളുകൾക്ക് ഭ്രാന്ത് പിടിച്ച താരാരാധനയാണ്. ഇനി ഒരു താരത്തോടുള്ള ആരാധന മൂത്തിട്ട് മറ്റൊരു താരത്തിൻ്റെ ആരാധകരെ തല്ലാനും കൊല്ലാനും ഒക്കെ ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ അല്പം ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ ഈ കാരുണ്യത്തിൻ്റെ വഴികളുടെ വെട്ടത്തെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്ത ഒരു ഇതിഹാസ പുരുഷൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലഡ് മാരോ ഡൊണേഷനൊക്കെ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന, അതായത് അനുവദിക്കപ്പെട്ട സമയങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സാധാരണഗതിയിൽ സ്പോർട്സുകാരും മറ്റും ശരീര സൗന്ദര്യത്തിനും ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ചില ആളുകൾ അമിത പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അവർ ശരീരത്തിൻ്റെ ഉപാസകരാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഇയാൾ ശരീരത്തെ അത് സുന്ദരമായി കാസൂക്ഷിക്കുന്നുണ്ട്. എപ്പോഴും ഫിറ്റാണ്, ബെസ്റ്റാണ്, ഇയാൾ ഫാസ്റ്റസ്റ്റാണ്, ഇതെല്ലാമാണ്. പക്ഷേ ഇതിനിടയിൽ വേഗത കുറഞ്ഞു പോയവർക്ക് വേണ്ടി, ജീവിതത്തിൽ അത്രയ്ക്ക് വേഗത്തിൽ ഓടാൻ പറ്റാത്തവർക്ക് വേണ്ടിയൊക്കെ അയാൾ സമയം കണ്ടെത്തുന്നുണ്ട്. സ്ഥിരമായിട്ട് ഹോസ്പിറ്റലുകളിലേക്കും മറ്റും മെഡിസിൻ കൊടുക്കുക, വൈദ്യസഹായം നൽകുക, കുഞ്ഞുങ്ങളെ പരിപാലിക്കുക, അവർക്ക് അഭയമൊരുക്കുക, ഇതൊക്കെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഭാഗമാണ് ഈ ബ്ലഡ് ഡൊണേഷനും മാരോ ഡൊണേഷനും ഒക്കെ. ഈ ബോൺ മാരോ ഡൊണേഷൻ അത്രയ്ക്ക് എളുപ്പമല്ല. ബ്ലഡ് ഡൊണേഷൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കാം, നിങ്ങൾക്ക് അത്ര വേദനയൊന്നുമില്ല. ഈ ബോൺ മാരോ ഡൊണേഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ക്ലേശകരമാണ്. പക്ഷേ ഈ മനുഷ്യന് അതിനൊക്കെ സമയമുണ്ടല്ലോ. അയാൾ അതിനൊക്കെ സമയം കണ്ടെത്തി അയാളുടെ ജീവിതത്തെ ഉല്ലാസപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അതൊക്കെ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യർക്കുള്ള ചില എത്തിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവരുടെ ഉള്ളിലുള്ള കമ്പാഷൻ്റെ ഒരു പ്രതിഫലനമാണ് അവരുടെ വാക്കുകളിലും അവരുടെ പ്രവൃത്തികളിലൊക്കെ നിറഞ്ഞ് നിൽക്കുന്നത്. ഇനി കൃത്യമായിട്ട് ബ്ലഡ് ഡൊണേഷനും ബോൺ മാരോ ഡൊണേഷനൊക്കെ നടത്തുന്നതിന് വേണ്ടി ഈ മനുഷ്യൻ ശരീരത്തിൽ ടാറ്റു അടിക്കാൻ പോലും തയ്യാറല്ല. അയാൾക്കത് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, അതൊരു ഫാഷൻ ട്രെൻഡിങ് കാര്യമാണെന്ന് തിരിച്ചറിയാഞ്ഞിട്ടല്ല. അയാളത് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ബ്ലഡ് ഡൊണേഷൻ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ടാറ്റു അടിക്കുക പോലും ചെയ്യാതെ അയാൾ ഈ സത്കർമ്മ നിരതനായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ഗ്ലോബൽ അംബാസിഡറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അയാൾ സ്കൂളുകൾക്കൊക്കെ വേണ്ടി എത്രയോ കോടി രൂപയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ കാണുന്നത് ഇവരുടെ ഗ്ലാമർ ലോകത്ത് മാത്രമാണ്. ഈ ഗ്ലാമർ ഇല്ലാത്തവരുടെ ലോകത്തിലേക്ക് ഇവർ വരുന്നുണ്ട്. അവരുടെ ചിത്രങ്ങളൊന്നും ആരും എടുക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇവർ ഇത്തരം പ്രവർത്തികളിലൂടെയൊക്കെയാണ് ശരിക്കും ഇതിഹാസങ്ങളായിട്ട് അവതരിക്കപ്പെടുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മറ്റൊരു സൂപ്പർ താരം, അദ്ദേഹം ശരിക്കും സൂപ്പർ സ്റ്റാറായി മാറുന്നത് ചാരിറ്റബിൾ ആക്ടിവിറ്റിയുടെ ലോകത്താണ്. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു രാജ്യാന്തര സൂപ്പർ സ്റ്റാറായി ഉയരുന്നു. അതോടുകൂടി നിങ്ങൾ ജനിച്ചു വളർന്ന നാട് പൂർണ്ണമായിട്ടും രക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതെത്ര സുന്ദരമാണ്. നമുക്ക് പരിചിതരായ നമ്മുടെ ദേശത്തെ വലിയ വലിയ സ്റ്റാറുകളൊക്കെ ഉണ്ടല്ലോ, അവർ വളർന്നപ്പോൾ അവരുടെ നാടും അവർ വളർത്തിയെടുത്തിട്ടുണ്ടോ? ഉത്തരം എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ ഉത്തരം കണ്ടെത്തി നോക്കുക. ഇവിടെ ഒരു ആഫ്രിക്കൻ ഫുട്ബോൾ പ്ലെയർ സാദിയോ മാനെ, അദ്ദേഹം സെനഗൽ കളിക്കാരനാണ്. ഈ മനുഷ്യൻ കളിച്ച് ഉയർന്ന്
പണക്കാരനായി മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വലിയ ലക്ഷറി കാറുകളോടൊന്നും കമ്പില്ല, ലക്ഷറി വാച്ചുകളോ അങ്ങനത്തെ കളക്ഷൻ നടത്തണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല. എൻ്റെ താല്പര്യം പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഗ്രാമീണരെ സഹായിക്കുക. എൻ്റെ സ്വന്തം നാട്ടിന് ബാമ്പളി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ആ നാടിന് പറ്റാവുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇയാൾ $6 മില്യൺ ചെലവഴിച്ച് അവിടെ ഒരു പബ്ലിക് ഹോസ്പിറ്റൽ ഉണ്ടാക്കി. 3 മില്യൺ ചെലവഴിച്ച് ഹൈസ്കൂൾ ഉണ്ടാക്കിയെടുത്തു. വലിയൊരു അത്യാന്തരിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാക്കി. എല്ലാവർക്കും ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആ കുഗ്രാമത്തിൽ ഉണ്ടാക്കിയെടുത്തു. ഇനി സ്വന്തം ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും ഓരോ മാസവും $100 കിട്ടുന്ന വിധത്തിലുള്ള ഒരു പ്രോജക്റ്റ് അയാൾ അവിടെ ഉണ്ടാക്കിയെടുത്തു. നമ്മൾ അയച്ചു നോക്കുക, നിങ്ങളുടെ ഗ്രാമത്തിലെ എല്ലാവർക്കും നിങ്ങൾ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമായി, വസ്ത്രമായി, പിന്നെ പണമായിട്ട്. അത് അവർ മോശമാക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ അവസ്ഥ അങ്ങനെയാണ്. അവർ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ തന്നാലാവുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാന്യതയുടെയും പക്വതയുടെയും കരുണാർദ്രതയുടെയൊക്കെ പ്രതീകമായിട്ട് ഈ നല്ല മുസ്ലിം മാറുന്നത് അങ്ങനെയാണ്. കൃത്യമായിട്ട് 5 നേരം നിസ്കരിക്കുന്ന, കൃത്യമായിട്ട് കളിയിലെ വിജയമുണ്ടാകുമ്പോൾ സുജൂദ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നല്ലൊരു മുസ്ലിം ലോകത്തിന് ഒരു മാതൃകയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ നല്ല കളിക്കാരനായിരിക്കാം, നിങ്ങൾ നല്ല ആർട്ടിസ്റ്റായിരിക്കാം, നിങ്ങൾ വലിയ നിലവാരമുള്ള സംഘാടകനായിരിക്കാം, പക്ഷെ നിങ്ങൾ നല്ല മനുഷ്യനല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തിന് വലിയ മെച്ചമൊന്നുമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് നല്ല മനുഷ്യരാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പഠിച്ചെടുക്കുക. ഈ ഗ്രേറ്റ് ഫുട്ബോൾ പ്ലെയേഴ്സ് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസാണ്. അവരുടെ ഗ്രേറ്റ്നെസ്സിൽ നിന്ന് അല്പമെങ്കിലും തൊട്ടെടുക്കാൻ നമുക്കും സാധിക്കണം. അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും. ഈ നെയ്മർ എന്ന കളിക്കാരനെക്കുറിച്ച് കൂടി പറയാതിരിക്കുക വയ്യ. നെയ്മർ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ 10% പള്ളിയിലേക്ക് നൽകും. പള്ളിയിലേക്ക് നൽകുന്നത് പള്ളിയിലത് സാധാരണ പാവപ്പെട്ട മനുഷ്യരിലേക്ക് ചിലവഴിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. മാത്രമല്ല, ഇദ്ദേഹവും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റ് സാമൂഹിക സേവനങ്ങൾക്കും മറ്റുമായി വലിയൊരു തുക മാറ്റിവെക്കാറുണ്ട്. കുറേ വിവാദങ്ങളൊക്കെ ഇടയ്ക്കിടെ അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും മനുഷ്യരോടുള്ള കരുണയും കരുതലും കനിവും അലിവും ഒക്കെ ഈ നല്ല കളിക്കാരിലും അലിഞ്ഞേർന്നിട്ടുണ്ട്. അയാളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ വിശ്വാസം പറയുന്ന വഴികളിലൂടെ നടക്കുമ്പോൾ അത് ഉപവിയുടെ സ്നേഹത്തെകുവിൻ്റെ വഴികളായിട്ട് മാറുന്നുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലേക്ക് അനുകരിക്കുമ്പോൾ, അവരുടെ വളർച്ച കണ്ട് വിസ്മയിക്കുമ്പോൾ ഓർത്തേക്കുക, ഈ വിസ്മയിപ്പിക്കുന്ന വലിപ്പത്തിന് അപ്പുറത്തേക്ക് വലിപ്പമുള്ള ഹൃദയങ്ങളും അവരിൽ ചിലർക്കെങ്കിലുണ്ട്. ആ ഹൃദയത്തിൻ്റെ വികാസവും കണ്ടുപിടിക്കണം. ആ വികാസം എനിക്കുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കണം. നമ്മെ തന്നെ വികാസമുള്ള ഹൃദയം കൈവരിച്ച വ്യക്തികളാക്കി മാറ്റുകയും ചെയ്യണം. അതിന് സാധിക്കട്ടെ. നല്ല യാത്ര നേരുന്നു.